ഇതാ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ലൊരു പഴം വിളയിച്ചതാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടി ഒരു കടായി അടുപ്പത്ത് വെച്ചിരിക്കുന്നു. അതിൽ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ഇട്ട് കൊടുത്തതിന് ശേഷം നെയ്യ് ഉരുകി വരുമ്പോൾ നമ്മൾ നുറുക്കി വെച്ച 2 ഏത്തപ്പഴം ഇട്ട് കൊടുക്കാം. ഇതിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് റോസ്റ്റ് ആയി വരുന്നത് വരെ ഒരു 5 മിനിറ്റോളം വഴറ്റിയെടുക്കേണ്ടതാണ്. നല്ലപോലെ സോഫ്റ്റ് ആവുന്നത് വരെ വേണം വഴന്നു വരാൻ. പഴം നല്ലവണ്ണം റോസ്റ്റായി വന്നതിന് ശേഷം 2 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര പഴത്തിൽ നല്ലപോലെ മിക്സ് ആവുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. തീ കുറച്ച് വെച്ച് വേണം റോസ്റ്റ് ചെയ്യാൻ. ഇടത്തരം പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അധികം പഴുത്തത് എടുത്തുകൂടാ. പഴത്തിൽ മധുരം ഉണ്ടോയെന്ന് നോക്കിയിട്ട് വേണം പഞ്ചസാര ചേർക്കാൻ. ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. നെയ്യിൽ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് പൊരിച്ചു കോരാം. അണ്ടിപ്പരിപ്പ് നല്ലവണ്ണം മൊരിയിച്ചെടുക്കാം. അണ്ടിപ്പരിപ്പ് മൊരിയിച്ച ശേഷം അതെടുത്ത് കോരി മാറ്റുക. അതിനുശേഷം കുറച്ച് അവലെടുത്ത് അതും കൂടി ഒന്ന് വറുത്തെടുക്കാം. കുറച്ച് അവലാണ് ഞാൻ എടുത്തത്, 3 ടേബിൾ സ്പൂൺ. ഒന്ന് ചെറുതായിട്ട് വറുത്ത് എടുക്കണം. കുറച്ച് നല്ലവണ്ണം ഒന്ന് വാടി ചെറുതായി ചുരുങ്ങി വരുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ള നെയ്യിലാണ് ഞാൻ മൂപ്പിച്ചത്. കൂടുതൽ നെയ്യ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് മൂത്ത് വന്നതിന് ശേഷം 3 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയും അവലും നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. തേങ്ങ ചേർത്ത് നല്ലവണ്ണം ഇളക്കി 5 മിനിറ്റ് ഇളക്കിയെടുക്കാം. തേങ്ങയും അവലും ഇച്ചിരി മൂത്ത ശേഷം ഏലക്ക ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അണ്ടിപ്പരിപ്പും തേങ്ങ ചേർത്ത് വഴറ്റിയെടുത്ത ഏത്തപ്പഴവും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കാം. നല്ല രുചിയുള്ള സ്നാക്സാണിത്. കൊച്ചുങ്ങൾക്ക് കൊടുത്താൽ അവരും കഴിച്ചോളും. ഇനി അടുപ്പ് അണച്ചതിന് ശേഷം നല്ലൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. ഈ പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം.
അത് പഴം വിളയിച്ചത്. ഇത് കൊച്ചുങ്ങൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റ് ഉള്ളതാണ്. ഇത് എല്ലാവരും ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഒരു നല്ല റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബായ്.